Hey guys, welcome to the world of DGS. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പം നമ്മളിന്ന് ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ അനിയനാണിത്. ಹಾಯ್ ಗಾಯ್ಸ್, ನಮಸ್ಕಾರ. ಎಲ್ಲರೂ ಹೇಗಿದ್ದೀರಾ? ನಾನು ಚೆನ್ನಾಗಿದ್ದೀನಿ. ಸೊ ಸಾಲು ಕೇರಳದಿಂದ ಬಂದಿದ್ದಾನೆ ನನ್ನ ತಮ್ಮನ ಮದುವೆ. ಸೊ ತಮ್ಮನ ಮದುವೆ ಧರ್ಮಸ್ಥಳದಲ್ಲಿ. ಸೊ ನಿಮಗೆ ಅಪ್ಕಮಿಂಗ್ ಡೇಸಲ್ಲಿ ಧರ್ಮಸ್ಥಳದ ಒಂದು ಬ್ಲಾಗ್ಸ್ ನೋಡ್ಬೋದು. ಸೊ ಎಲ್ಲರೂ ಚೆನ್ನಾಗಿರುತ್ತೆ ಬ್ಲಾಗು, ನೋಡಿ, ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. താങ്ക്സ്. ഇനി നീ മലയാളത്തിൽ ഒന്ന് പറഞ്ഞാണ് ഇത് പറഞ്ഞത് അത്രയും. ഹായ് ഗൈസ്, ഷാലു കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക്. സോ ബാംഗ്ലൂർ പേണി എന്ന സ്ഥലത്തിന്. സോ എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. സോ എൻ്റെ കല്യാണം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഷാലു വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവന്റെ അനിയന്റെ കല്യാണമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെല്ലാരും കൂടെ നാളെ അടിച്ച് പൊളിച്ച് നമ്മൾ കല്യാണത്തിൽ കൂടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ, ഇന്ന് ഫുൾ ഡേ ബാംഗ്ലൂരിൽ തന്നെ പീനിയിലുണ്ടാവും. നാളെ നമ്മൾ രാവിലെ ഇവിടെ പീനിയിൽ നിന്ന് ധർമ്മസ്ഥലയിലോട്ട് തിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന കുറച്ച് വേറെ ഒന്ന് രണ്ട് വീഡിയോസും നമ്മുടെ ഈ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആക്ടിവിറ്റീസ് നമ്മൾ പിന്നെ ചെറിയൊരു ഫുഡ് ബ്ലോഗ് പോലെ, ബ്ലോഗ്സ് അല്ല, എന്തായിരുന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. നൈറ്റിൽ ചെറിയ രീതിയിലൊക്കെ നൈറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുന്നു. ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ കുറച്ച് ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ എന്തായിരുന്നാലും നാളെ എന്തായാലും ധർമ്മസ്ഥലത്തിന്റെ ത്രൂ ഔട്ട് ബ്ലോഗ് വരും. ഷാലുവിന്റെ വീഡിയോസിൽ ധർമ്മസ്ഥലത്തിന്റെ ബാംഗ്ലൂർ ടു ധർമ്മസ്ഥലം ട്രാവൽ ചെയ്യുന്ന റോഡ്സ്, അവിടുത്തെ കാര്യങ്ങളും നാളത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഷാലുവിന്റെ വ്ളോഗ്സ് വരണം. പക്ഷെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് എന്റെ അമ്മയുടെയും കുഞ്ഞമ്മയുടെ അടുത്തൊക്കെ ഇന്ന് അഭിപ്രായം ചോദിക്കും. നമുക്ക് എങ്ങനെയാണ് എന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. സുന്ദരി, എങ്ങനെയുണ്ട് നാളത്തെ കാര്യങ്ങളൊക്കെ? നാളത്തെ കാര്യങ്ങള് മുറപോലെ നടക്കുന്നുണ്ട്. അത് കാര്യങ്ങൾ മുറപോലെ നടക്കും, നമുക്കറിയാം. എന്നാലും നിങ്ങളുടെ എങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? നാളെ എന്റെ മോന്റെ കല്യാണമാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞായറാഴ്ച കല്യാണം. പിന്നെ എല്ലാരും ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? ഇതെന്റെ അമ്മയാണ്. പറയും, നിങ്ങൾക്ക് എന്ത് പറയാനുള്ള? കല്യാണത്തിന് പോയി. കല്യാണ ചെറുക്കവിടെ പോയി, അത് പറയും. കല്യാണ ചെറുക്കവിടെ എങ്ങോട്ട് പോയി? ഓക്കെ. അതായത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ? എന്റെ പുതിയ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്റെ വീഡിയോയിൽ വരണം. പറയേ, കേട്ടില്ല? വീഡിയോസ് ഒക്കെ അടുത്ത് വരുന്നതാണ്. കല്യാണം ചെറുക്കൂടാ, കല്യാണം ചെറുക്കാണ് കാണാൻ കിട്ടാത്തത്. അത് എവിടെ പോയി? ബാക്കിയുള്ളവരെല്ലാരും ഗൈസ് മേളിലോട്ടാണ്. അമ്മാടി ഇങ്ങോട്ട് പോകണേ. ഹായ് പറഞ്ഞോ, ഹായ്. സൂക്ഷിച്ചു പോണം കേട്ടോ മേളിലോട്ട്. അമ്പാടി രക്ഷയില്ല. അവരിവിടെ വരുമ്പോഴത്തേക്ക് മൊത്തം ഫ്രണ്ട്സിനെ കേട്ട് പിന്നെ അവരെ കൊടുത്ത് മൊത്തം കളിച്ചോണ്ട് കളിക്കുക. രാവിലെ വന്ന തൊട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. എന്താ അമ്പാടി പറയും? ഹലോ ഗൈസ്, ഒരു പാനിപ്പൂരി കഴിക്കാൻ. പാനിപ്പൂരി ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തായാലും നോക്കിയേ പാനിപ്പൂരി എങ്ങനെയാ കഴിക്കണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിക്കണോ? വേണ്ട എനിക്ക്. ഞാൻ കഴിച്ചോളാം, രണ്ടാമത് കഴിച്ചോളാം. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട്? ലെമൺ ഫ്ലേവർ. ലെമൺ ഫ്ലേവർ. പൊളിയല്ലേ? ഞാനും കഴിക്കാൻ പോണു ഗൈസ്. ಸಕಲಾಗಿದೆ, ಫಸ್ಟ್ ಕ್ಲಾಸ್. ആ എങ്ങനെയുണ്ടാ? ಸಕಲಾಗಿದೆ, ಫಸ್ಟ್ ಕ್ಲಾಸ್. സൂപ്പർ അല്ലേ? ಜಾಸ್ತಿ ಸ್ವೀಟು ಇಲ್ಲ, ಸಾಲ್ಟು ಇಲ್ಲ, ಮೀಡಿಯಮ್ ಆಗಿದೆ. ഫ്ലേവർ എങ്ങനെയാണ്? ಫ್ಲೇವರ್ ಬಂದಿದ್ದು ನಾಲಂಜು ವೆರೈಟಿയാണ്. ആ ഓരോരോ ഫ്ലേവർ ഓരോ ടേസ്റ്റ് ഓരോരോ പാനീയ നമുക്ക് ആ ഓരോരോ പാനിക്ക് ഓരോരോ ടേസ്റ്റാണ്. അതാണ് മെയിൻ ഫ്ലേവേഴ്സ്. പാനീൻ്റെ ഫ്ലേവേഴ്സ് ആണ് മെയിൻ. ഇത് നോർത്ത് ഇന്ത്യക്കാരാണ്, പക്ഷേ ഇവന്മാർ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടുത്തെ പീപ്പിൾസ്. ആടാ ഇപ്പൊ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നേ ഇപ്പോ? നമ്മള് കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കല്യാണത്തിന് 2-3 സാധനം വാങ്ങിക്കണം. പിന്നെ അങ്ങനെ ആൾക്കാരുടെ ചില നെസസറി നീഡ്സുകളും അങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സാധാരണ ബാംഗ്ലൂർ നല്ല ട്രാഫിക്കാണ്. ഇന്നിപ്പോൾ റംസാനും യുഗാദിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് ഒരു തിരക്കുറവാണ്. എന്നാലും അത്ര തിരക്ക് കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കാണ്. എന്നാലും കോമൺ ഡേയ്സിന്റെ അത്ര തിരക്കില്ലല്ലേ? എന്താ വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഭയങ്കര റഷാണ് ഈ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക്. ഫാക്ടറികളൊക്കെ വിട്ട സമയവും പിന്നെ അതെല്ലാം ഇപ്പോൾ സ്കൂൾ കോളേജുകളൊക്കെ എല്ലാം എല്ലാവരും ഭയങ്കര റഷായിരിക്കും ഈ സ്ഥലം മൊത്തം. പക്ഷെ ഇന്നിപ്പം എന്താണെന്ന് അറിയില്ല, കുറച്ച് തിരക്ക് കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാനൊക്കെ ഇത്തിരി കുറച്ച് സുഖമല്ലേ ഇപ്പോഴേ? അല്ലെങ്കിലും ചില സമയം നല്ല തിരക്കായിരിക്കും, പോകാനും പറ്റില്ല. എപ്പോഴും ട്രാഫിക് ആയിരിക്കും, നല്ല ഫ്രീ ആയിരിക്കില്ല. ധീരജൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്? ധീരജ് നാളെ വരും. നമ്മുടെ കോഫിക്ക് പോയൊക്കെയാണ് വിളിച്ചിരുന്നത്, തിരക്കാണ്ട് വരാൻ പറ്റിയില്ല. എന്നാലിപ്പോ വരും. അവൻ വിളിച്ചിരുന്നു നേരത്തെ. നമ്മൾ വീട്ടിലൂടെ പോകുമ്പോൾ നമ്മളോട് എത്തിക്കണം. അപ്പൊ നമ്മളിപ്പം കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ ഈ അടുത്ത് നമ്മൾ പോകുന്ന ദിവസങ്ങളെല്ലാം ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തുള്ള പ്ലേസ് ആണ് കേട്ടോ. അതിപ്പോ ഫാക്ടറി ആണ്. ഇവിടെ തന്നെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. MRPയുടെ എന്തുകൊണ്ടാ സംഭവം? റെമഡീസ് മാനുഫാക്ചറിങ് കമ്പനി. ഞാൻ അവിടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെമഡീസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ. പിന്നെ നിങ്ങളിപ്പം കാണില്ലേ ഗൈസ്? കണ്ടല്ലേ റെമഡീസ് മാനുഫാക്ചറിങ് കമ്പനി കാണുന്നുണ്ടോ? അത് ഗ്ലാസ്സിന് ഈ മഴ പെയ്തിന്നെ ഗ്ലാസ് ഒക്കെ കുറച്ച് ചെറിയൊരു ബ്ലറായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിന്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ നിന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഫാക്ടറിയിൽ ഞാൻ ഫാക്ടറി സെക്ഷൻ സൂപ്പർവൈസറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫാക്ടറികളാണ്. അപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ ഈ സൈഡ്? ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പാരഗണിന്റെ ഷൂസിൻ്റെത്, പിന്നീട് എല്ലാം 1-2 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഈ ലൊക്കാലിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവനൊന്ന് മീറ്റ് ചെയ്യണം, മറ്റേ നമ്മുടെ പയ്യനൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടാ. അവൻ ഇവിടെ തന്നെ ഇതിന്റെ തൊട്ടടുത്താണ്. നമ്മളന്ന് കണ്ടല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവന് കണ്ടിട്ട് കുറച്ച് ദിവസമായി. എന്തായിരുന്നാലും നമുക്ക് ടൈം കിട്ടുമ്പോൾ പോയി കാണാം. അതെങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പം പിന്നെ നമുക്ക് എന്തായാലും പോയി കാണാം. ഇതൊക്കെ ഈ കാണുന്നില്ലേ, ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഫുൾ ഇതിന്റെ ഓരോ റോഡ് സൈഡ് അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ പോകുന്നത് ഇതിന്റെ എല്ലാ ഫാക്ടറീസ് ആണ് അതിന്റെ അകത്ത് വരുന്നത്. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തുള്ള പ്ലേസ് ആണ് കേട്ടോ. അതിപ്പോ ഫാക്ടറി ആണ്. ഇവിടെ തന്നെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുഫാക്ചറിങ് കമ്പനി ഞാൻ അവിടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെമഡീസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ. പിന്നെ നിങ്ങളിപ്പം കാണുന്നില്ലേ ഗൈസ്?
ആ കണ്ടില്ലേ, റെമഡീസ് മാനുഫാക്ചറിങ് കമ്പനി കാണുന്നുണ്ടോ? അത് ഗ്ലാസ്സിന് ഈ മഴ പെയ്തിന്നെ ഗ്ലാസ് ഒക്കെ കുറച്ച് ചെറിയൊരു ബ്ലറായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിന്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ നിന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഫാക്ടറിയിൽ ഞാൻ ഫാക്ടറി സെക്ഷൻ സൂപ്പർവൈസറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫാക്ടറികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. ഈ സൈഡ് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പാരഗണിന്റെ ഷൂസിൻ്റെത്, പിന്നീട് എൻ്റെ 1-2 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലൊക്കാലിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവനെ ഒന്ന് മീറ്റ് ചെയ്യണം, മറ്റേ നമ്മുടെ പയ്യനൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടാ. അവൻ ഇവിടെ തന്നെ ഇതിന്റെ തൊട്ടടുത്താണ്. നമ്മൾ അന്ന് കണ്ടല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവന് ഇപ്പൊ കണ്ടിട്ട് കുറച്ച് ദിവസമായി അവര്. എന്തായിരുന്നല്ലോ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണാം. അതെങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പം പിന്നെ നമുക്ക് എന്തായാലും പോയി കാണാം. ഇതൊക്കെ ഈ കാണുന്നില്ലേ, ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഫുൾ ഇതിന്റെ ഓരോ റോഡ് സൈഡ് അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ പോകുന്നത് ഇതിന്റെ എല്ലാ ഫാക്ടറീസ് ആണ് അതിന്റെ അകത്ത് വരുന്നത്. ഗൈസ്, നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അവനെ കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്.